രാജ, തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും വലിയ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം. ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഏതൊക്കെ തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടായി, ഈ തമ്മിലടി വിഷയങ്ങൾ, പുറത്തേക്ക് വന്ന വിവാദങ്ങൾ, RSS പ്രവർത്തകന്റെ ആത്മഹത്യ അടക്കമുള്ള വിഷയങ്ങളൊക്കെ, എന്നിട്ടും ഇത്രയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന അധ്യക്ഷൻ, അങ്ങനെ ഒരു നേതൃമാറ്റം ഉണ്ടാകുന്നു. അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ ആ വാക്ക് കൃത്യമാക്കി വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുന്നു. ഇതെല്ലാം സമ്മതിക്കുന്നു. പക്ഷേ അപ്പോഴും കേഡർ പാർട്ടി എന്ന രീതിയിലല്ല ഈ തമ്മിലടിയൊക്കെ ബി ജെ പിക്കകത്തും പുതിയ സംഭവമായി മാറുന്നില്ല. പാലക്കാട് നഗരസഭയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് എത്ര നിഷേധിച്ചാലും ശ്യാം എന്താണ് കാരണം എന്നുള്ള കാര്യം വ്യക്തമാണ്. തിരുവനന്തപുരത്തിന് അപ്പുറത്തേക്ക് കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ലക്ഷ്യമിടുകയാണ് എന്ന് അമിത്ഷാ കേരളത്തിൽ വന്ന് ആവർത്തിച്ച് പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, അത്രയും ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ടോ? അപർണ, തീർച്ചയായിട്ടും ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ അദ്ദേഹം റിപ്പീറ്റ് ചെയ്തിട്ട് RSS ഇങ്ങനെ പറയുകയാണ്. ഒന്ന്, കേരളത്തിൽ ഈ ഇലക്ഷന്റെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് വന്നതിന് ശേഷം പ്രത്യേകിച്ച് കണ്ണൂരെ കോൺഗ്രസ്സുകാരുടെ ഒക്കെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടിരിക്കുക കമ്മ്യൂണിസ്റ്റുകാര്. ആ കഴുത്തിൽ കത്തിയിരുന്നിട്ടാണ് RSS എന്ന് പറഞ്ഞിട്ട് കിടന്നിട്ട് വെറുതെ വർത്താനം പറയും. ഇത് ഒരു കാര്യം ഇവര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ ഞങ്ങള് മൃഗീയ ഭൂരിപക്ഷമുള്ള എത്രയോ സംസ്ഥാനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്ന് രാജ്യം കഴിഞ്ഞ 10-11 വർഷമായിട്ട് ഞങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കലാണ്. അവിടെയൊന്നും ഒരു കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ അടി കണ്ടിട്ട് ചുരുണ്ട് ഓടിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ തിരിച്ച് സംഭവിച്ചിട്ടൊന്നുമില്ല. ഇപ്പോ രാജസ്ഥാനിലാണ് അമ്രാറാം എന്ന് പറയുന്ന CPM-ന്റെ ഒരു MP ഉള്ളത്. അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മേലെ ഒരു ചെറിയൊരു കല്ലെടുത്തിട്ട് പോലും ഏറ് പോലും ഉണ്ടായിട്ടില്ല. മറുവശത്തോടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ അക്രമം അഴിച്ചുകൊണ്ടിരിക്കുക, കോൺഗ്രസ്സുകാരന്റെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടിരിക്കുക. അന്നേരമെങ്കിലും അതിനെതിരെ ഒരു അക്ഷരം മിണ്ടാതെ ഈ RSSനെതിരെ പറയുന്നതൊക്കെ ജമാഅത്തെ ഇസ്ലാമിനെ പോലെയും പോപ്പുലർ ഫ്രണ്ടിനെ പോലെയൊക്കെയുള്ള അതിതീവ്ര മത തീവ്രവാദികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകും എന്നൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതാണ്. അതാണ് എനിക്കൊന്നാമത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. രണ്ടാമതായിട്ട് പറഞ്ഞ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു മൈൽ സ്റ്റോൺ കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇതുവരെയുള്ള നിങ്ങളുടെ ആർക്കൈവ്സിലുള്ള ചർച്ചകളടക്കം എടുത്തു നോക്കിക്കോളൂ, അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ. ഇപ്പൊ ഇത്തവണ UDF-ന് മേൽക്കൈ ഉണ്ടായി എന്ന് പറയുമ്പോഴും അത് ഓരോ തവണ ഇടപെട്ട് കേരളത്തിൽ സംഭവിക്കുന്നതാണ്. അതിനൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. കേരളം രൂപീകൃതമായതിനു ശേഷമുള്ള ഈ 2025 വരെയും ഒന്നുകിൽ LDF അല്ലെങ്കിൽ UDF എന്നുള്ള രീതിയിലാണ് ബഹുഭൂരിപക്ഷ സമയങ്ങളിലും വന്നിട്ടുള്ളത്. അത് അങ്ങനെ കേരളത്തിലെ ജനത മാറി 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 ഇടത് കാലിലെ മന്ദിനെ വലത് കാലിലോട്ട് പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത്തവണ കേരള ജനത പറയുന്നു, ഞങ്ങൾക്ക് അങ്ങനെ കാലിലെ മന്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടി താല്പര്യമില്ല, ഞങ്ങൾക്ക് അതല്ലാത്ത ഒരു കാലാണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് BJP ഒരു വിന്നബിലിറ്റി ഉള്ള ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണെന്ന് കേരളത്തിലെ ജനത അംഗീകരിച്ചു വന്നു. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പോലെ കേരളത്തിന്റെ തലസ്ഥാനമല്ലേ, കേരളത്തിന്റെ തലസ്ഥാനം പോലെ ഒരു സ്ഥലം BJP-യുടെ കൈകളിലേക്ക് അതും അതിവ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷത്തോട് തന്നതിന്റെ അർത്ഥം കേരള ജനത മൂന്നാം ഓൾട്ടർനേറ്റീവിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് കഴിഞ്ഞ കാലം അത്രയും ഞങ്ങൾ നേരിടുന്ന വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും സർക്കാരിനെതിരെ ഒരു വികാരം ഉണ്ടാകുമ്പോൾ അത് രണ്ടാം കക്ഷി എന്നുള്ള നിലയിൽ പലപ്പോഴും ഭൂരിഭാഗം സമയത്തും പോയിക്കൊണ്ടിരുന്നത് UDF-നെതിരെയാണ്. തിരിച്ച് UDF ഭരിക്കുന്ന കാലത്ത് പൂർണ്ണമായിട്ടും പോയിക്കൊണ്ടിരുന്നത് ഇടതുപക്ഷത്തിനെതിരെയാണ്. അത് മാറിയിട്ട് ഇടതുപക്ഷവും UDF-ഉം അല്ല, NDA-ക്ക് വോട്ട് ചെയ്യാം, NDA വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്ന് ചിന്തിക്കുന്ന വലിയൊരു ജനസമൂഹം കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, കേരളത്തില് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് പ്രാതിനിധ്യം ഇല്ലാതിരുന്ന 100-ലധികം വരുന്ന പഞ്ചായത്തുകളിൽ ഇത്തവണ ഞങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായി എന്നുള്ളതാണ്. അതായത് കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, അതായത് തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനത്തെ കോർപ്പറേഷൻ പറയുമ്പോൾ തന്നെ ട്രൈബൽ ഏരിയകളിൽ അടക്കം ഞങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത്തരത്തില് നാടെന്നോ നഗരമെന്നോ ഏതെങ്കിലും ജാതി മത ഭേദമന്യേ മുഴുവനിടങ്ങൾക്ക് വേണമെങ്കിലും BJP-ക്ക് വലിയ പ്രാധാന്യമുണ്ടായി, പ്രാതിനിധ്യം ഉണ്ടായി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഒരു മൈൽ സ്റ്റോൺ ആണ് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. അതിനകത്ത് മറ്റൊരു രണ്ടാമത്തെ കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-11 വർഷമായിട്ട് നിങ്ങൾ എടുത്തു നോക്കിക്കോളൂ, കേരളത്തിലെ തന്നെ ഏതൊരു സർവേയും എടുത്തു നോക്കിക്കോളൂ, ഈ രാജ്യത്തെ ഏറ്റവും കരുത്തനായിട്ടുള്ള നേതാവ് ആര് എന്നുള്ള ചോദ്യത്തിന് കേരള ജനതയും പറയുന്ന ഉത്തരം നരേന്ദ്രമോദി എന്ന് തന്നെയാണ്. പക്ഷെ അവിടെയും ഞങ്ങൾ നേരിട്ടിരുന്ന ഒരു പ്രശ്നം, ഞങ്ങളുടെ ഒരു വിന്നബിലിറ്റി എന്ന് പറയുന്നതിനൊക്കെ കേരള ജനത ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു. അതിനുത്തരം ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പൊ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരം വരുന്നത് UDF NDA തന്നെ തമ്മിലായിരിക്കും.
കാരണം അത് സ്വാഭാവികമായിട്ടും അവരാണ് വെല്ലുവിളിച്ചുള്ള ഒരു പാർട്ടി എന്ന് കേരള ജനത കരുതുന്നുണ്ടെങ്കിൽ തേർഡ് ഓപ്ഷൻ തേടുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ഞങ്ങളിലൊക്കെ ആയിരിക്കും പോരുക. അപ്പൊ അങ്ങനെ ഒരു വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഇപ്പൊ അവിടെ ഇവിടെ ഒന്നോ രണ്ടോ സീറ്റുകളുടെ വ്യത്യാസത്തിന് അപ്പുറത്തേക്ക് അതൊക്കെ ഉണ്ടാവുക തന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ സീറ്റുകളുടെ വ്യത്യാസമൊക്കെ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷെ അതിനപ്പുറത്തേക്ക് ആസ് എ ഹോൾ പൂർണ്ണമായി ചിന്തിക്കുന്ന സമയത്ത്, കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ ചിത്രം ചിന്തിക്കുന്ന സമയത്ത്, ഞങ്ങൾ കേരളത്തിലെ മൂന്നാം കക്ഷിയും രംഗപ്രവേശനം കൃത്യമായിട്ട് അത് കുറെ കാലമായിട്ട് പറയുന്നുണ്ടെങ്കിലും ഒരു വിജയിപ്പിച്ച് നിങ്ങൾ ഇതാ ഭരിച്ചോളൂ എന്ന് പറഞ്ഞ് ജനങ്ങൾ തരുന്ന രീതിയിലേക്ക് ഞങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താ? ഒന്ന്, ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെയുള്ള ഭീകരമായിട്ടുള്ള ജനവിരുദ്ധ വികാരം, യാതൊരു രീതിയിലും ഭരിക്കാൻ വേണ്ടി പോലും പറ്റാത്ത ഒരു അന്തരീക്ഷം. അത് ഈ ഇരട്ടക്കുട്ടികളെ പോലെയാണ്. ഒരു വശത്ത് എം മണി ഇന്നലെ പറഞ്ഞതാണ് ഞങ്ങളുടെ കിറ്റ് ഞങ്ങളുടെ പെൻഷൻ വാങ്ങിയിട്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവര് ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറയുന്ന രീതിയിലുള്ള എന്തോ അടിമ ഉടമ മനോഭാവമാണ് എം മണിക്ക്. ഇപ്പൊ ഞാൻ ഇടുക്കി ജില്ലക്കാരനാണ്, എനിക്കറിയാം അവിടെ എന്താ സംഭവിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിചാരം അദ്ദേഹം വലിയ ജന്മിയാണെന്നാണ്. ജന്മിത്വത്തിനെതിരെയൊക്കെ ഇടതുപക്ഷവും CPM ഒക്കെ വലിയ വർത്തമാനവും പറയുമ്പോൾ ഈ എം മണി അദ്ദേഹം തന്നെ സ്വയം വിചാരിച്ചിരിക്കുന്ന അദ്ദേഹം അവിടുത്തെ ജന്മിയാണെന്നും ബാക്കി അവിടുത്തെ ജനങ്ങൾ മൊത്തം അടിയന്മാരും അദ്ദേഹത്തിന്റെ കൂലിക്കാരാണെന്നൊക്കെയാണ്. അതുകൊണ്ടാണ് ആ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് മറ്റു സ്റ്റേറ്റ്മെന്റും വന്നിട്ടുണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇനി കോൺഗ്രസ് മറുഭാഗത്ത് ചെയ്യുന്നത് എന്താണ്? കോൺഗ്രസ് മറുഭാഗത്ത് ഇന്നലെ മറ്റൊരു കാര്യം കൂടി ഉണ്ടായത്, ഈ സമീപകാലത്തിൽ ആദ്യമായിട്ട് EVM കുറ്റം പറയാത്ത ഒരു എലക്ഷൻ നടന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇന്നലെ രാഹുൽ ഗാന്ധി ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഭാവിച്ചു, കേരള ജനതയ്ക്ക് സല്യൂട്ട് എന്നൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. പക്ഷെ അത് അവർ ജയിച്ചതുകൊണ്ടാണ്. അപ്പൊ EVM ഇത്തവണ കുറ്റമില്ല. അതിന് EVM കൂടി ഇത്തവണ രക്ഷപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കൂടെയാണ് എന്നും പറഞ്ഞിട്ട് ഇന്ന് അവർ ഡൽഹിയിൽ പോയിട്ട് വോട്ട് ചോരി എന്ന് പറഞ്ഞൊരു പുതിയൊരു ആരോപണം കൊണ്ടുവരികയാണ്. അപ്പോ ഒരു വശത്ത് കോൺഗ്രസ് പാർട്ടി തോക്കുമ്പോൾ EVM കുറ്റം പറയുക, EVM കൊണ്ടുവന്നാരാണെന്നുള്ള ചരിത്രത്തിൽ ഞാൻ വരാം, അടുത്ത ഡ്രില്ലിൽ ഞാൻ വരാം. EVM കുറ്റം പറയുക, വോട്ട് ചോരി എന്ന് പറയുക, വോട്ടർ പട്ടിക ആക്ഷേപിക്കുക, ജയിച്ചു കഴിയുമ്പോൾ EVM നല്ലതാണ്, വോട്ടർ പട്ടിക നല്ലതാണ്, ഇലക്ഷൻ കമ്മീഷൻ നല്ലതാണ്, സൂപ്പറാണ്, ഒരു പ്രശ്നമില്ല എന്നുള്ള ഇവരുടെ ഇരട്ട നിലപാടും, മറുവശത്ത് ഇലക്ഷൻ തോറ്റു കഴിയുമ്പോഴത്തേക്ക് വോട്ടർമാരെ കുറ്റം പറയുന്ന LDF നിലപാടും, ഇതൊക്കെ ജനം തിരിച്ചറിഞ്ഞു. ഇതൊക്കെ കേരള ജനത കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് കൂടിയാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം കൂടി ആയിരിക്കുകയാണ്, കേരള ജനതയ്ക്കും കൂടുതൽ ആത്മവിശ്വാസം കൂടി ആയിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലനമാണ് കണ്ടിട്ടുള്ളത്. ഇപ്പൊ നിങ്ങൾ കേരളത്തിലെ കോർപ്പറേഷനുകൾ മൊത്തം എടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ 150 സീറ്റ് എടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾ കഴിഞ്ഞ തവണ 6 ഇത്തവണ 13. കോഴിക്കോട് കോർപ്പറേഷൻ കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് 7 ഇത്തവണ അത് 13. കണ്ണൂർ 1 ഞങ്ങൾക്കുണ്ടായിരുന്നത് 4. തൃശ്ശൂർ 6 ഞങ്ങൾക്കുണ്ടായിരുന്നത് 8. അപ്പൊ മുഴുവൻ കോർപ്പറേഷനും ഞങ്ങൾക്ക് വലിയ പ്രാതിനിധ്യം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. ഇനി മറ്റ് പഞ്ചായത്തുകൾ ഞങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാം. ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല, ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, കേരള ജനതയും മനസ്സിലാക്കുന്നുണ്ട്. മറുവശത്ത് കോൺഗ്രസ് പാർട്ടിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടിന് വേണ്ടിയിട്ട് തല്ലുകൂടാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നോക്കൂ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ പാർട്ടി ആരാണ്? ഏറ്റവും കൂടുതൽ വർഗീയത പറയുന്നതും വർഗീയ പാർട്ടിയും കോൺഗ്രസ് ആണെന്ന്. ഇവരിങ്ങനെ ഈ ഒരു പഞ്ചസാരയിൽ പൊതിഞ്ഞ് വിഷം തന്നാലും വിഷം തന്നെയാണ്. നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയെ പോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത ഇസ്ലാമിക ഭരണം, ശരീഅത്ത് ഭരണം നാട്ടിൽ വരണമെന്ന് ഇപ്പോഴും അവരുടെ കോർ ഐഡിയോളജിയിലുള്ള ജമാഅത്തെ ഇസ്ലാമി മതേതരമാണെന്നാണ് ആര് പറയുന്നത്? VD സതീശൻ പറയുന്നത്. ഇത്ര വലിയ മതവർഗീയ പാർട്ടി അവർ കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. മറുവശത്ത് UDF LDF ചെയ്യുന്നതാ, അവരും ഇവരുമായിട്ട് ചർച്ച നടന്നിട്ടുണ്ട്. പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട്. ഇനി നിലമ്പൂർ ബൈ-ഇലക്ഷൻ സംഭവിച്ചിട്ടുള്ളത്, ഒരു വശത്ത് ജമാഅത്തെ ഇസ്ലാമി UDF പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മറുവശത്ത് PDP. ഞാൻ മനസ്സിലാക്കിയപ്പോൾ PDPക്ക് ഈ നിലമ്പൂർ അധികം വോട്ടുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ അതുപോലെ ഒരു മത തീവ്ര ശക്തിയുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന് LDF സ്ഥാപിക്കണമായിരുന്നു. അതുകൊണ്ട് PDPയുടെ പിന്തുണ അവർ അവിടെ വാങ്ങി. അപ്പോ ഒരു വശത്ത് കോൺഗ്രസും മറുവശത്ത് LDFും സത്യത്തിൽ ചെയ്യുന്നത് അതിതീവ്രമായിട്ടുള്ള മതവർഗീയ ശക്തികളോടൊപ്പം നിന്നുകൊണ്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അത് എത്ര വരെ പോകും നമുക്ക് നോക്കാം. ശരി, ശ്യാം, ഞാൻ തിരിച്ചു വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ,